അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ നാൾ കൂടി പോകണം എന്ന് വിചാരിച്ച ട്രിപ്പിൽ പോകാൻ പോവുകയാണ്. വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് തുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ചർച്ചിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ധനുഷ്കോടി പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് നോക്കാം. നിങ്ങൾ ധനുഷ്കോടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ഇത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജടായു പാറയാണ് നമ്മളിപ്പോൾ കണ്ടത്. പോകുന്നൊന്നുമില്ല, ജസ്റ്റ് പോയ വഴിക്ക് കാണിച്ചതാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞത് ആ ചർച്ച് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അവിടുന്ന് നമ്മൾ നേരെ തിരുച്ചെണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി റൂം എടുത്തു. കാരണം ഇത്രയും ലേറ്റായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് സേഫ് അല്ല. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത റൂം. നല്ല സ്പേസ് ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ റീസണബിൾ റേറ്റുമാണ്. നമ്മൾക്ക് റേറ്റിനേക്കാളും സേഫ്റ്റി ആയിരുന്നു കൂടുതൽ പ്രധാനം. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ SR, തിരുച്ചെണ്ടൂരാണ് സ്ഥലം. അപ്പം നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്യാം. ഇവിടുന്ന് ഒരു ചെറിയ ബാൽക്കണിയൊക്കെ വരുന്നുണ്ട്, പിന്നെ ലോക്കറുണ്ട്. നമുക്ക് പിന്നെ അതിനകത്തൊന്നും വെക്കാനില്ലാത്തത് കൊണ്ട് അതേപടി അവിടെ തന്നെ വെച്ചേക്കാം. അടുത്തത് ഇനി നന്നായിട്ട് വിശക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഉദ്ദേശം നമ്മുടെ ബാംഗ്ലൂരൊക്കെ കിട്ടുന്ന പോലത്തെ എഗ് ഫ്രൈഡ് റൈസ് കഴിക്കണമെന്നാണ്. അതും തപ്പി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കട കണ്ടുപിടിച്ചായിരുന്നു. ഇതാണ് ചേട്ടനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തു. ടേസ്റ്റൊന്നും നമ്മൾ ഉദ്ദേശിച്ച അത്രയൊന്നും വന്നിട്ടില്ല. അടുത്ത ദിവസം അത്യാവശ്യം രാവിലെ തന്നെ എണീറ്റു, കാപ്പിയൊക്കെ കുടിച്ചു. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് യാത്ര തുടരേണ്ടതാണ്. ഒരു 8-8:30 ആയപ്പോഴത്തേക്കിനും നമുക്ക് ഇവിടുന്ന് ഇറങ്ങി ഒരു 5 to 6 hours വരും. ട്രാഫിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ടോൾ കട്ട് ചെയ്ത് പോകാനായിട്ട് നമ്മൾ ഹൈവേ പിടിക്കാതെ ഇടവഴി പിടിച്ചാണ് കൂടുതലും പോയത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പുപാടങ്ങളാണ്, തൂത്തുക്കുടിയിലെ ഉപ്പുപാടങ്ങൾ. അപ്പം നമ്മൾ തൂത്തുക്കുടിയിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്കിനി കുറേ കൂടെ ദൂരം പോകാനുണ്ട്. ഹൈവേ മാക്സിമം ഒഴിവാക്കി നമ്മൾ ഇടവഴിയിൽ കൂടെയാണ് പോകുന്നത്. അപ്പം നമുക്ക് ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റും. നമ്മളിപ്പോൾ അടുത്തൊരു ബേക്കറിയിൽ കയറിയിട്ടുണ്ട്. അവിടുന്ന് ഒരു ചായ, കട്ടൻ ചായ, പിന്നെ 2 പപ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. പാടങ്ങളൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമ്മൾക്ക് ഹൈവേയിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മിസ് ചെയ്യും. ശരിക്കും വേറൊരു അനുഭവം തന്നെ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഭംഗിയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. ഇടയ്ക്ക് വെച്ച് നമുക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. നല്ല മഴയും കൂടെ ആയപ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ കാണാനായിട്ട് കുറച്ചും കൂടെ രസമായിട്ടുണ്ട്. മഴ വന്നപ്പോഴത്തേക്കിനും നമ്മുടെ റോഡിലൊക്കെ ഒരുമാതിരി വെള്ളമായിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് പാടത്തൊക്കെ ആണെങ്കിലും 2 സൈഡിലും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് പനകളും നട്ടു വെച്ചിട്ടുണ്ട്. ഈ പാടവും ഈ വെള്ളവും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പനയും ഒക്കെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കിനും ഒരു ഭംഗിയാണ്. ഇവിടെ ഇടയ്ക്കങ്ങ് ഒരു വീടുകൾ പോലും കാണാനില്ല. ആൾക്കാരാണെങ്കിലും വണ്ടിയിൽ വന്ന് പോകുന്നതല്ലാതെ നമുക്ക് വേറെ ഒന്ന് വഴി ചോദിക്കാനോ അങ്ങനെയുള്ള ഒരു ആൾക്കാരൊന്നും ഇല്ല. വഴി കുറച്ച് ട്രിക്കിയാണ്. പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അങ്ങനെ നമ്മൾ പാമ്പൻ പാലത്തെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഏകദേശം 2345 മീറ്റർ നീളമുണ്ട്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള 2ാമത്തെ പാലമാണ്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 1988 പണിത റോഡ് പാലമാണ്. ഡിസംബർ 22, 1964 ഒരു ചുഴലിക്കാറ്റ് വന്ന് ഈ പാമ്പൻ പാലം തകർന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് പുതുക്കി പണിതതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെയിൽവേ പാലം. ഈ പാലങ്ങളാണ് നമുക്ക് രാമേശ്വരവും
ധനുഷ്കോടിയുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ വന്നപ്പോഴും വെയിലൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ഇടയ്ക്ക് മഴ പെയ്യുമായിരുന്നു. അതുകൊണ്ട് നമുക്കത്ര ചൂട് അനുഭവപ്പെട്ടില്ല. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല ശക്തിയുള്ള കാറ്റായിരുന്നു. ന്യൂ ഇയർ ഒക്കെ ആയിരുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. ഒത്തിരി വണ്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ മഴയൊക്കെ നനഞ്ഞിട്ട് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാനായിട്ട് നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റെയിൽവേ പാലം. തകർന്ന പാലത്തിൻ്റെ കുറച്ച് ബാക്കി നിലനിർത്തിക്കൊണ്ട് പണിതതാണ് ഈ പാലം. അന്ന് ആഞ്ഞടിച്ച തിരമാലയിൽ ഈ പാമ്പൻ പാലത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന പാസഞ്ചർ ട്രെയിനിലെ 115 ആൾക്കാരുടെ ജീവനെടുത്തു. 2022 ഡിസംബറിൽ പാലം ദുർബലമായതിനാൽ റെയിൽ ഗതാഗതം നിർത്തിവെച്ചു. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ധനുഷ്കോടി എൻഡിങ്ങിലാണ്. നമ്മൾ അവിടേക്ക് അടുക്കും തോറും കടൽ നമ്മളോട് ചേർന്ന് വരുന്നൊരു ഫീലാണ്. നമ്മളതിലേക്ക് അടുക്കുന്നത് പോലെ തോന്നും. കാരണം നമ്മളും കടലുമായുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. നീണ്ടു നിവർന്ന് കിടക്കുന്ന മണൽപ്പരപ്പും ഇളം പച്ച കളറിലെ കടൽ വെള്ളവും ഒക്കെ നമുക്ക് വേറൊരു അനുഭവം തരും. ഈ കാണുന്നതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. അവസാനം നമ്മൾ ധനുഷ്കോടി എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഒത്തിരി ഒന്നും അടുത്തേക്ക് വണ്ടി ഇടാൻ സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു 1/2 കിലോമീറ്ററോളം ദൂരത്താണ് വണ്ടി ഇട്ടിരിക്കുന്നത്. അവിടുന്ന് ഇത്രയും ദൂരം നമ്മൾ നടന്നു വന്നു. ഇതിപ്പോൾ നമ്മൾ എഡ്ജിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് 29 കിലോമീറ്റർ അപ്പുറത്താണ് ശ്രീലങ്കയിലെ തലൈമാനാർ എന്ന് പറയുന്ന സ്ഥലം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ധനുഷ്കോടി ഇപ്പോൾ ഒരു പ്രേത നഗരമായിട്ട് ആണ് അറിയപ്പെടുന്നത്. 64-ലുണ്ടായ ചുഴലിക്കാറ്റിൽ ഈ നഗരം പൂർണ്ണമായും നശിക്കപ്പെട്ടു. ജനവാസമില്ലാത്ത പ്രേത നഗരമായി ഇന്നും തുടരുന്നു. നമ്മളവിടെ വന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ശംഖ്, മാല, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പൈസ കയ്യിൽ കരുതണം. കാരണം ഇവിടെ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുവാനായിട്ടുള്ള സൗകര്യം ഇല്ല. അതുകൊണ്ട് രാമേശ്വരം എത്തുമ്പോൾ തന്നെ നമ്മൾ ATMൽ കയറി പൈസയൊക്കെ എടുത്തിട്ട് വേണം വരാൻ. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഇപ്പോൾ കുറച്ച് അകത്തേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പണ്ടത്തെ പോസ്റ്റ് ഓഫീസും പിന്നെ കുറച്ച് കെട്ടിടങ്ങളൊക്കെയാണ് കാണുന്നത്. ചുഴലിക്കാറ്റിൽ തകർന്നു പോയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സ്കൂളും പോസ്റ്റ് ഓഫീസും പള്ളിയും ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനുമാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. പിന്നെ മത്സ്യബന്ധനം തൊഴിലാക്കിയ 2000-ഓളം മനുഷ്യരും ഒരു നൂല് പോലെ സമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു പട്ടണം. 56 വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതിയുടെ വികൃതിയായി പാഞ്ഞെത്തിയ അതിഭീകരമായ ചുഴലിക്കാറ്റും ഭ്രാന്ത് പിടിച്ച വൻ തിരമാലകളും കടലാഴങ്ങളിലേക്ക് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ചു കൊന്നു. ആയിരക്കണക്കിന് മനുഷ്യരുടെ ഗതി കിട്ടാത്ത പ്രേതങ്ങൾ വിജനമായ കടൽക്കരയിൽ ഇന്നും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രേതഭൂമിയാണ്. ഇതാണ് പോസ്റ്റ് ഓഫീസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് തകർന്നടിഞ്ഞു പോയി. ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണ്. ഇത് ധനുഷ്കോടി എന്ന പ്രേതനഗരം. ദുരന്തം ബാക്കി ശേഷിപ്പിച്ച അവശിഷ്ടങ്ങൾ പ്രേതങ്ങളെപ്പോലെ തല ഉയർത്തി നിൽക്കുന്ന ശ്മശാന ഭൂമിയാണ് ഇന്ന് ധനുഷ്കോടി. പാതിരാ കൊടുങ്കാറ്റിൽ മാഞ്ഞുപോയ ധനുഷ്കോടിയെ ചുറ്റിപ്പറ്റി ധാരാളം കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നു. ഇവിടം ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞതാണ്. രാത്രിയായാൽ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയ നിസ്സഹായരായ മനുഷ്യരുടെ ആത്മാക്കൾ
മോക്ഷം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞുന്ന സ്ഥലമാണ് ധനുഷ്കോടി എന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. ധനുഷ്കോടിയിൽ പോയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും വാങ്ങണം എന്ന് ആഗ്രഹിച്ച് നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഓരോന്നും നോക്കുന്നുണ്ട്. അത് വില ചോദിച്ചു. ഇപ്പോൾ കയ്യിലിരിക്കുന്നത് 450 രൂപയുടെ സാധനം. പിന്നെ ഇവിടെ കുറേ കല്ലുകളും ശംഖുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് ലാഫിംഗ് ബുദ്ധ ഒരെണ്ണം വാങ്ങണമെന്ന് നോക്കി. പക്ഷെ അതിന് കളറൊക്കെ കുറവായിരുന്നുകൊണ്ട് അത് വാങ്ങാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചർച്ചിൻ്റെ അവശിഷ്ടങ്ങൾ. ഈ ഭാഗമാണ് ചർച്ചിൻ്റെ ത്രോണോസ്. വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ നാമത്തിലുള്ള ചർച്ചാണ്. പവിഴപ്പുറ്റുകളും പാറക്കല്ലും കൊണ്ട് നിർമ്മിച്ച ചർച്ച് ഇന്ന് പൊളിഞ്ഞ് തകർന്ന് നശിച്ച് കിടക്കുന്ന നിലയിലാണ്. ഉപ്പുകാറ്റേറ്റ് ദ്രവിച്ചു തുടങ്ങിയ പള്ളി. ഇന്നിവിടെ അൾത്താര മാത്രം ബാക്കിയായി. ഈ പള്ളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിശ്വാസികൾ ഒന്നും ഈ ലോകത്തില്ല. എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞങ്ങളും ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇവിടെയും കുറേ കടകളൊക്കെ ഉണ്ട്. സൂര്യൻ എന്തായാലും ഏകദേശം അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മേഘങ്ങൾക്കിടയിലേക്ക് മറയുവാൻ തയ്യാറെടുത്തിരിക്കുന്നു. കുറച്ച് സമയം നമ്മൾ ഈ തിര നോക്കിയിരിക്കുമ്പോൾ ഈ തിരമാലകൾ പോലും നമ്മളെ പേടിപ്പെടുത്തുന്നതായി തോന്നും. ഈ കൊച്ചിറക്കനാണെന്ന് തോന്നുന്നു ഈ കട നടത്തുന്ന ആള്. പക്ഷെ ഇവനെ ഇരുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ വരുന്ന ആൾക്കാരൊന്നും അവന് വലിയ മൈൻഡൊന്നുമില്ല. ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു. ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. സമയപരിമിതി മൂലം നമുക്ക് എല്ലാ സ്ഥലവും ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോഴും എന്തൊക്കെയോ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരു ഫീലാണ് നമുക്ക്. ഇവിടെ ചേട്ടൻ പൊട്ടറ്റോ ട്വിസ്റ്റർ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ അത് അടിപൊളിയായിട്ട് മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് തന്നു. കിട്ടിയ പാടെ കെട്ടിയ മുങ്ങിയിട്ടുണ്ട്. എനിക്ക് കിട്ടി. ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ട് ഓടിയിട്ടുണ്ട്. പിന്നെ എനിക്കൂടെ തല്ലു പിടിച്ചാണേലും അവസാനത്തെ വാലറ്റം എനിക്ക് കിട്ടി. വീണ്ടും മടക്ക യാത്രയാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഈ കാണുന്ന കുടിലുകളും ചെറിയ കടകളും ഒക്കെ ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികളും പിന്നെ കട നടത്തുന്നവരും ഒക്കെയാണ് താമസിക്കുന്നത്. തിരിച്ചുള്ള യാത്രയിലും നമ്മുടെ രാത്രിയിലുള്ള പാമ്പൻ പാലം കാണാൻ പറ്റി.
നല്ല ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ വരണം. സൺസെറ്റോ സൺറൈസോ കാണാനായിട്ട് വന്നാൽ മതി. അടുത്തൊരു റൂം എടുത്ത് വന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടാണ്. ഡിസംബർ 31 12 മണിയായപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് മുറിച്ച് ഞങ്ങളത് ആഘോഷിച്ചു. ഇങ്ങനെയുള്ള ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിറഞ്ഞ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.